ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിലെ വൈഭവ് സൂര്യവംശിയുടെ ഗംഭീര പ്രകടനം തുടരുകയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഗോൾഡൻ ഡക്കായി മടങ്ങിയതിന് നിരാശ വൈഭവിനുണ്ടായിരുന്നുവെങ്കിലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ കിടിലൻ കാമിയയിലൂടെ വൈഭവ് ശക്തമായ തിരിച്ചുവരവ് നടത്തി. 28 പന്തിൽ 46 റൺസാണ് വൈഭവ് നേടിയത്. 6 4ഉം 2 6ഉം ഉൾപ്പെടെ 164.29 സ്ട്രൈക്ക് റേറ്റിലാണ് വൈഭവ് കത്തിക്കയറിയത്. അർദ്ധ സെഞ്ചുറി അർഹിച്ചിരുന്നെങ്കിലും 4 റൺസ് അകലെ വരുൺ ചക്രവർത്തിക്ക് വിക്കറ്റ് നൽകി വൈഭവ് പുറത്തായി. ഈ സീസണിൽ രാജസ്ഥാൻ്റെ നിർണായക റൺവേട്ടക്കാരനായി തന്നെയാണ് വൈഭവ് മുന്നോട്ട് പോകുന്നത്. 25-കാരനായ താരം ഇന്ത്യൻ ടീമിലേക്ക് അരങ്ങേറ്റം കാത്തിരിക്കുകയാണ്. ഇതിന് കരുത്താവുന്ന പ്രകടനമാണ് വൈഭവ് ഈ IPL സീസണിലും കാഴ്ചവെക്കുന്നതെന്ന് പറയാം. 6 ഇന്നിങ്സുകൾ കഴിയുമ്പോൾ സിക്സർ വേട്ടക്കാരിൽ വൈഭവ് 2ാം സ്ഥാനത്തുണ്ടാവും. 20 സിക്സുകളാണ് യുവതാരം പറത്തിയത്. 22 സിക്സുകൾ നേടിയ രജിത് പട്ടിദർ മാത്രമാണ് വൈഭവിന് മുന്നിലുള്ളത്. റൺവേട്ടക്കാരിൽ വൈഭവ് 4ാം സ്ഥാനത്തുമുണ്ട്. 6 ഇന്നിങ്സുകളിൽ നിന്ന് 246 റൺസാണ് വൈഭവ് ഇതുവരെ നേടിയത്. 41 ശരാശരിയിൽ കളിക്കുന്ന വൈഭവ് 236.53 സ്ട്രൈക്ക് റേറ്റിലാണ് മുന്നോട്ട് പോകുന്നത്. പ്രമുഖരായ പല ബൗളർമാരെയും തല്ലിപ്പറത്തി ഇതിനോടകം തന്നെ കരുത്ത് കാട്ടാൻ വൈഭവിന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട് തുടങ്ങിയ പല പ്രമുഖരും വൈഭവിൻ്റെ ബാറ്റിൻ്റെ ചൂട് നന്നായി അറിഞ്ഞു കഴിഞ്ഞു. മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ ബുംറയെ വൈഭവ് കടന്നാക്രമിക്കുന്ന കാഴ്ച ആരാധകർ കണ്ടു കഴിഞ്ഞു. ബുംറയുടെ ഒരു ഓവറിൽ 2 സിക്സറുകളാണ് 15-കാരൻ പറത്തിയത്. CSKക്കെതിരായി 17 പന്തിൽ 52 റൺസ് എടുത്ത വൈഭവ് ഗുജറാത്തിനെതിരെ 18 പന്തിൽ 31 റൺസും, മുംബൈക്കെതിരെ 14 പന്തിൽ 39 റൺസും, RCBക്കെതിരെ 26 പന്തിൽ 78 റൺസും നേടി. സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് ഗോൾഡൻ ഡക്കായ ശേഷം KKRനെതിരെ 28 പന്തിൽ 46 റൺസ് നേടാനും വൈഭവിന് സാധിച്ചു. വൈഭവിനെ ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് വിളിക്കുമ്പോൾ ആരെ പുറത്താക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അഭിഷേക് ശർമ്മ സ്ഥിരതയോടെ ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ട്. എന്താണ് ടീം മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം എന്നതാണ് ഇവിടെ കണ്ടറിയേണ്ടത്. വൈഭവ് സൂര്യവംശിക്ക് വലിയ ഭാവി ഇന്ത്യൻ ടീമിൽ കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അവസരം കൊടുത്ത് വളർത്തിയെടുക്കാനാവും മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുക. ഭയമില്ലാതെ കളിക്കുന്നുവെന്നതാണ് വൈഭവിൻ്റെ സവിശേഷത. രാജസ്ഥാൻ റോയൽസിന് പവർ പ്ലേക്കുള്ളിൽ അടിത്തറപ്പാകാൻ വൈഭവിന് സാധിക്കുന്നുണ്ട്. വൈഭവ് നിരാശപ്പെടുത്തുമ്പോൾ രാജസ്ഥാന് വളരെയധികം ബാധിക്കുന്നുമുണ്ട്. 15 വയസ്സിൽ ഇന്ത്യക്കാരനായി അരങ്ങേറ്റം കുറിച്ച് ചരിത്രം എഴുതാൻ വൈഭവിന് സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തവണ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ടതിൻ്റെ സമ്മർദ്ദം രാജസ്ഥാനുണ്ടായിരുന്നു. എന്നാൽ ഈ വിടവ് നികത്തുന്ന പ്രകടനം കാഴ്ചവെക്കാൻ വൈഭവിന് സാധിക്കുന്നുമുണ്ട്. എന്നാൽ രാജസ്ഥാൻ്റെ മധ്യനിര ഇത്തവണ നിലവാരം കാട്ടാത്തത് ടീമിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. KKRനെതിരെയും ഈ പ്രശ്നം ടീമിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. വരും മത്സരങ്ങളിൽ ഈ പ്രശ്നം രാജസ്ഥാൻ റോയൽസിന് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്.